ഐസക് അന്നയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ത്യയുടെ യൂറോപ്യൻ ആധിപത്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നുവല്ലോ. ആ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി തീർച്ചയായിട്ടും നിങ്ങൾ ഐസക് അന്ന എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ പാഠപുസ്തകങ്ങളിലൂടെയും നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഐസക് അന്ന എന്ന ചാനലിലൂടെ 5 മുതൽ 10 വരെയുള്ള എല്ലാ സോഷ്യൽ സയൻസിൻ്റെയും പാഠപുസ്തകങ്ങൾ നമ്മൾ ഈ ചാനലിൽ കവർ ചെയ്യുന്നതാണ്. കൂടാതെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോളജി, ജനറൽ നോളജ് എല്ലാം ഐസക് അന്ന എന്ന ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ആധിപത്യം യുദ്ധങ്ങളിലൂടെ. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കാരണമായി ഇരുട്ടറ ദുരന്തം 1756 സിറാജ് ഉദ്ദൗളയുടെ നേതൃത്വത്തിൽ നടന്നതായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് കൽക്കട്ടയിലെ ഫോർട്ട് വില്യം സിറാജ് ഉദ്ദൗള പിടിച്ചെടുത്തു. അപ്പോൾ അത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒരു വിരോധം സൃഷ്ടിക്കാൻ കാരണമായി. അതാണ് പ്ലാസി യുദ്ധത്തിന് കാരണമായത്. അപ്പോൾ പ്ലാസി എന്ന സ്ഥലം ബംഗാളിലാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ച സ്ഥലവും ഇന്ത്യയിൽ ബംഗാളാണ്. പ്ലാസി യുദ്ധം നടന്നത് 1757 ജൂൺ 23-നാണ്. പ്ലാസി യുദ്ധം നടന്നത് 1757 ജൂൺ 23-നാണ്. 1757 ജൂൺ 23. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ്. 1756 സിറാജ് ഉദ്ദൗള നമ്മൾ പറഞ്ഞ കൽക്കട്ട കോട്ട പിടിച്ചെടുത്തു. പക്ഷേ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം 1757 ജനുവരി 2-ന് വില്യം കോട്ട തിരിച്ചു പിടിച്ചു. അന്നേരം ഒപ്പുവെച്ച സന്ധിയാണ് അലിനഗർ സന്ധി. ആ കോട്ട തിരിച്ചു പിടിച്ചെടുത്തപ്പോൾ സിറാജ് ഉദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അലിനഗർ സന്ധി. സിറാജ് ഉദ്ദൗളയെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപനായ മിർ ജാഫറായിരുന്നു. മിർ ജാഫറിനെ ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെട്ടിരുന്നു. കാരണം അവർ ചതിയനായിരുന്നല്ലോ. ആ സമയത്തെ മുഗൾ ചക്രവർത്തി ആലംഗീർ രണ്ടാമനായിരുന്നു. അപ്പോൾ പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആലംഗീർ രണ്ടാമൻ ആയിരുന്നു. തുടർന്ന് മിർ ജാഫറിനെ ബംഗാളിലെ നവാബായി വാഴിച്ചു. അടുത്തതാണ് ബക്സർ യുദ്ധം. അടുത്തതായി ഇന്ത്യയിൽ നടന്ന മറ്റൊരു യുദ്ധമാണ് ബക്സർ യുദ്ധം. അത് നടന്നത് 1764 ഒക്ടോബർ 22-നാണ്. ബക്സർ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് കേട്ടോ. ബക്സർ ബീഹാറിലാണ്. വർഷം 1764 ഒക്ടോബർ 22. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം സ്ഥാപിക്കാൻ കാരണമായത് പ്ലാസി യുദ്ധമാണെങ്കിലും അതിനുള്ള അടിത്തറ അല്ലെങ്കിൽ ഇവരുടെ സ്ഥിരമാക്കാൻ കാരണമായ യുദ്ധമാണ് ബക്സർ യുദ്ധം. ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കാൻ കാരണമായി. ആ കാലഘട്ടത്തിൽ ബംഗാൾ ഗവർണർ ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രതിനിധി ഹെൻറി വാൻസിസ്റ്റാർട്ടായിരുന്നു. ബംഗാൾ ഗവർണർ ആരായിരുന്നു? ഹെൻറി വാൻസിസ്റ്റാർട്ട്. ബംഗാൾ നവാബ് എന്ന് പറയുന്നത് മിർ കാസിമായിരുന്നു. ബംഗാൾ നവാബ് മിർ കാസിമായിരുന്നു. ഔദ് നവാബ് ഷൂജ് ഉദ്ദൗള. മുഗൾ ചക്രവർത്തി ഷാം ആലം രണ്ടാമനായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് ആണ് ജയിച്ചത്. ഈ ബംഗാൾ നവാബിനെ മുഗൾ ചക്രവർത്തിയൊക്കെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ജയിച്ചു. അവസാനം അവർ ഒപ്പുവെച്ച സന്ധിയാണ് അലഹബാദ് സന്ധി 1765. അലഹബാദ് സന്ധി 1765. ആ സന്ധിയെ തുടർന്ന് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാനും അതിൽ നിന്നുള്ള ആ പൈസ എടുക്കാനും ആർക്ക് അധികാരം ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിച്ചു. കൂടാതെ ബംഗാളിലെ ക്രമസമാധാന ഉദ്യോഗസ്ഥനെ നൈസാമത്തിന് നിയമിക്കാനുള്ള അധികാരം ലഭിച്ചു. ബംഗാളിൽ ക്രമസമാധാന ഉദ്യോഗസ്ഥനെ, അതിനെ നമ്മൾ പറയുന്നത് നൈസാമത്ത്, നിയമിക്കാനുള്ള അധികാരവും ബ്രിട്ടീഷുകാർക്ക് ഈ അലഹബാദ് സന്ധിയെ തുടർന്ന് ലഭിച്ചു. മറ്റൊരു യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർ മൈസൂരിൽ ദക്ഷിണേന്ത്യയിലൊക്കെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് പിന്നീട് ശ്രമിച്ചു. അതേ തുടർന്നുണ്ടായ യുദ്ധമാണ് മൈസൂർ യുദ്ധം. ഒന്നാം യുദ്ധം നടന്ന വർഷമായിരുന്നു 1767 മുതൽ 69 വരെ. ഒന്നാം മൈസൂർ യുദ്ധം നടന്ന വർഷം ഏതായിരുന്നു? 1767 മുതൽ 69 വരെ. ഈ മൈസൂർ യുദ്ധത്തിന് പ്രേരിപ്പിക്കാനായിട്ട് കാരണം മൈസൂറുകാരുടെ ബ്രിട്ടീഷ് മലബാറിലെ ആധിപത്യമാണ്. കേരളത്തിലെ മലബാറിൽ ആധിപത്യം പുലർത്തിയിരുന്നത് മൈസൂരുകാരായിരുന്നു. അപ്പോൾ മലബാറിലൊരു വ്യവസായം കേരളത്തിലെ മലബാർ മേഖലയിൽ വ്യവസായം നടത്തുന്നതിന് ബ്രിട്ടീഷുകാർക്ക് ഇത് തടസ്സമായി.
അപ്പോൾ പിന്നെ ഫ്രഞ്ചുകാരുമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അടുപ്പം യാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്നു. ബ്രിട്ടീഷുകാർ യാക്കോബിയൻ ക്ലബിൻ്റെ പ്രതിനിധിയുമായിട്ട് സ്വാതന്ത്ര്യസമരം ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ നട്ടുപിടിപ്പിച്ചു എന്നെല്ലാം നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഫ്രഞ്ച് വിപ്ലവങ്ങളുടെ മാതാവ് എന്നും പറയുന്നുണ്ടേ. അപ്പോൾ ഫ്രഞ്ചുകാരുമായിട്ടുള്ള ഈ അടുപ്പവും ബ്രിട്ടീഷുകാർക്ക് വിരോധം സൃഷ്ടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് കാരണമായത്. ഒന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം നയിച്ചത് ഹൈദരലിയായിരുന്നു, അതായത് ടിപ്പു സുൽത്താൻ്റെ ഫാദർ. ഹൈദരലി വിജയിക്കുകയും ചെയ്തു. അത് തുടർന്നുള്ള സന്ധിയാണ് മദ്രാസ് സന്ധി. ഒന്നാം മൈസൂർ യുദ്ധം, ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധിയാണ് മദ്രാസ് സന്ധി. ഈ സന്ധികളൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഒന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് മദ്രാസ് സന്ധിയാണ്. അപ്പോൾ ബക്സർ യുദ്ധം അവസാനിപ്പിച്ചത് അലഹബാദ് സന്ധി. ഒന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് മദ്രാസ് സന്ധി. രണ്ടാമത്തെ യുദ്ധം ആരംഭിച്ചതാണ് 1780-84 കാലഘട്ടങ്ങളിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന് കാരണമായത്. ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം. അതേ തുടർന്ന് ആർക്കോട്ട്, ബ്രിട്ടീഷുകാർ കീഴിലുണ്ടെന്ന ആർക്കോട്ട് ഹൈദരലി പിടിച്ചെടുത്തു. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഇടയിലെ സമയത്ത് 1782 ഹൈദരലി മരണപ്പെട്ടു. തുടർന്ന് യുദ്ധത്തെ നയിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനായിരുന്നു. അതേ തുടർന്ന് 1792 ഒപ്പുവെച്ച സന്ധിയാണ് മംഗലാപുരം സന്ധി. 1784 ഒപ്പുവെച്ച സന്ധിയാണ് മംഗലാപുരം സന്ധി. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ചത് മംഗലാപുരം സന്ധിയാണ്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് ഏതാണ്? മംഗലാപുരം സന്ധിയാണ്. ഒന്നാമത്തേത് മദ്രാസ് സന്ധിയാണെങ്കിൽ രണ്ടാമത്തേത് മംഗലാപുരം സന്ധി. ബക്സർ യുദ്ധം, അലഹബാദ് സന്ധി. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം, എങ്കിലാണ് നിങ്ങളുടെ ബ്രെയിനിൽ അത് ഇരിക്കത്തുള്ളൂ. ദിവസവും വായിക്കണം. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്ന വർഷമായിരുന്നു 1790-92 കാലഘട്ടങ്ങളിൽ. ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണമാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് ഇതിന് കാരണമാക്കിയത് കേട്ടോ. ടിപ്പുവിന് തിരുവിതാംകൂർ ആക്രമിച്ചു. ഇത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ കോൺവാലിസ് പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ടിപ്പു സുൽത്താനെതിരെ യുദ്ധം തുടങ്ങി. അപ്പോൾ മൂന്നാം യുദ്ധം നയിച്ച ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത് കോൺവാലിസ് പ്രഭുവായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവായിരുന്നു. ഇതേ തുടർന്ന് ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം 1792 ഇത് അവസാനിച്ചു. ഇത് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചു. 1792 മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ഒപ്പുവെച്ച സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. മൈസൂരിലെ ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനമായിരുന്നു ശ്രീരംഗപട്ടണം. അപ്പോൾ ഈ അതേ തുടർന്ന് മലബാർ, ഗുണ്ടക്, ഡിണ്ടിഗൽ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. മലബാറും ഗുഡക് ദിണ്ടിഗൽ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. നാലാം യുദ്ധം നടന്ന വർഷമാണ് 1799. നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷമായിരുന്നു 1799. ആ കാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസി ആയിരുന്നു. മൂന്നാം മൈസൂർ യുദ്ധ സമയത്ത് കോൺവാലിസ് പ്രഭു. നാലാം മൈസൂർ യുദ്ധ സമയത്ത് റിച്ചാർഡ് വെല്ലസി. നാലാം മൈസൂർ യുദ്ധ സമയത്ത് ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസിയാണ് കേട്ടോ. അത് മറന്നു പോകരുത്, ഒന്ന് നോട്ട് ചെയ്യണം. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ആർതർ വെല്ലസി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ആർതർ വെല്ലസി. പക്ഷേ ഈ യുദ്ധത്തിൽ 1790 മെയ് 4 ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടു. മെയ് 4 വധിക്കപ്പെട്ടു. തുടർന്ന് മൈസൂരിൽ ബ്രിട്ടീഷുകാർ അധികാരം സ്ഥാപിച്ചു. അപ്പോൾ 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ യുദ്ധവും രണ്ടാമത്തെ യുദ്ധം പകുതി വരെ നയിച്ചതും ഹൈദരലിയായിരുന്നു. ഒന്നാമത്തെ യുദ്ധത്തിൻ്റെ സന്ധിയായിരുന്നു മദ്രാസ് സന്ധി. രണ്ടാമത്തെ യുദ്ധത്തിൻ്റെ സന്ധിയായിരുന്നു മംഗലാപുരം സന്ധി. പിന്നെ മൂന്നാമത്തെ യുദ്ധം കോൺവാലിസ് പ്രഭുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി. അതേ തുടർന്ന് മലബാർ പ്രദേശങ്ങളിലെ അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടു. അത് നയിച്ചത് റിച്ചാർഡ് വെല്ലസിയായിരുന്നു. ടിപ്പു സുൽത്താനെക്കുറിച്ച് നമുക്കൊന്ന് ഒരു ബ്രീഫ് നോക്കാം. മൈസൂർ കടുവ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഷെയർ ഇൻ മൈസൂർ ആൻഡ് മൈസൂർ കടുവ. ആജീവനാന്തകാലം ഒരു ആടായി ജീവിക്കുന്നതിൽ നല്ലത് ഉത്തമം ഒരു ദിവസം സിംഹമായി ജീവിക്കുന്നതാണ് എന്ന് പറഞ്ഞതാരാണ്? ടിപ്പു സുൽത്താനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനാണ്, ആജീവനാന്തകാലം ഒരു ആടായി ജീവിക്കുന്നതിന് ഉത്തമം ഒരു ദിവസം ഒരു സിംഹമായി ജീവിക്കുന്നതാണ്. മലബാറിലെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ഫറൂഖായിരുന്നു. മലബാറിലെ ടിപ്പു സുൽത്താൻ്റെ ആസ്ഥാനം ഫറൂഖായിരുന്നു.
പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി മിസൈൽ ടെക്നോളജി ഉപയോഗിച്ചതും ടിപ്പു സുൽത്താനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മിസൈൽ ടെക്നോളജി ഉപയോഗിച്ചത് ടിപ്പു സുൽത്താനാണ്. റോക്കറ്റുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഫത്ത് ഉൽ മുജാഹിദീൻ. റോക്കറ്റുകളെക്കുറിച്ചുള്ള ടിപ്പു സുൽത്താൻ്റെ ഗ്രന്ഥമാണ് ഫത്ത് ഉൽ മുജാഹിദീൻ. സുൽത്താൻ ബാറ്ററി ഫോർട്ട് നിർമ്മിച്ചതും അദ്ദേഹമാണ്. സുൽത്താൻ ബാറ്ററി ഫോർട്ട് നിർമ്മിച്ചതും ടിപ്പു സുൽത്താനാണ്. മറ്റൊരു യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധം. ഈ മഹാരാഷ്ട്രയിലെ പേഷ്വകളുമായിട്ട് നടന്ന യുദ്ധം. അതിൽ ഒന്നാമത്തെ യുദ്ധം നടന്ന വർഷമാണ് 1775 മുതൽ 1782 വരെ. അപ്പോൾ ആംഗ്ലോ മറാത്ത യുദ്ധം, ഒന്നാമത്തെ യുദ്ധം നടന്ന വർഷമാണ് 1775 മുതൽ 82 വരെ. ആ കാലത്ത് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. സന്ധി എന്തായിരുന്നു? സൽബായ് സന്ധി പ്രകാരമാണ് ആ യുദ്ധം അവസാനിച്ചത്. സൽബായ് സന്ധി പ്രകാരമായിരുന്നു യുദ്ധം അവസാനിച്ചത്. അപ്പോൾ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നയിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. ഒന്നാം യുദ്ധം നയിച്ചത് ആരായിരുന്നു? ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നയിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. സന്ധി സൽബായ് സന്ധി. രണ്ടാം യുദ്ധം 1803-1805 കാലഘട്ടങ്ങളിലായിരുന്നു. ആ സന്ധിയാണ് രാജ്ഘട്ട് സന്ധി. രാജ്ഘട്ട് സന്ധി. രണ്ടാം യുദ്ധം 1803-1805 കാലഘട്ടങ്ങളിലായിരുന്നു. അവസാനിപ്പിച്ച സന്ധിയാണ് രാജ്ഘട്ട് സന്ധി. മൂന്നാം യുദ്ധം 1817 മുതൽ 19 വരെയുള്ള കാലഘട്ടമായിരുന്നു. അതിൽ മറാത്തക്കാർ പരാജയപ്പെട്ടു. ബാജിറാവു പേഷ്വായിരുന്ന ബാജിറാവു സെക്കൻഡ് കീഴടങ്ങുകയും ബ്രിട്ടീഷുകാർ പൂനെ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം വാറൻ ഹേസ്റ്റിംഗിൻ്റെ നേതൃത്വത്തിൽ സന്ധി സൽബായ് സന്ധി. രണ്ടാമത്തെ യുദ്ധം രാജ്ഘട്ട് സന്ധി. മൂന്നാമത്തെ യുദ്ധത്തിൽ അവർ ബാജിറാവു സെക്കൻഡിനെ പരാജയപ്പെടുത്തി പൂനെ പിടിച്ചെടുത്തു. പിന്നീട് നടന്ന ആംഗ്ലോ സിഖ് യുദ്ധം. ഒന്നാം യുദ്ധം 1845-46 കാലഘട്ടങ്ങളിലായിരുന്നു. ആ യുദ്ധം അവസാനിച്ചത് ലാഹോർ സന്ധി പ്രകാരമായിരുന്നു. രണ്ടാമത്തെ യുദ്ധത്തിൽ പഞ്ചാബിലെ രാജാവായിരുന്ന ദുലീപ് സിംഗിനെ പരാജയപ്പെടുത്തി പഞ്ചാബിനെ പൂർണ്ണമായും പിടിച്ചെടുത്തു. ആ കാലത്ത് ഗവർണർ ജനറൽ ഡൽഹൌസി ആയിരുന്നു. അപ്പോൾ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം നടക്കുമ്പോഴുള്ള ഗവർണർ ജനറൽ ഡൽഹൌസി ആയിരുന്നു. നമ്മൾ കോൺവാലിസ് പ്രഭുവും റിച്ചാർഡ് വെല്ലസിയും മൈസൂർ യുദ്ധങ്ങൾ നയിച്ചു. വാറൻ ഹേസ്റ്റിംഗ് മറാത്ത യുദ്ധം നയിച്ചു. ഡൽഹൌസി പ്രഭു സിഖ് യുദ്ധം നയിച്ചു. ഇതെല്ലാം റോബർട്ട് ക്ലൈവാണ് പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം ഹെൻറി വാൻ സിസ്റ്റാർഡാണ്. ഈ പേരുകളെല്ലാം വർഷങ്ങളും സന്ധികളുടെ പേരുകളും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അത് വായിക്കുകയും നോട്ട്സുകൾ കുറിക്കുകയും വായിക്കുകയും ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട പ്രാദേശിക കലാപങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരെ എല്ലാവരും ഇതിനു മുമ്പുള്ള നോട്ട്സുകൾ വായിക്കുകയും ലഭിക്കുന്നതിനായിട്ട് ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.